ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് തിരിച്ചടി. അരവിന്ദർ സിംഗ് ലവ്ലി ഡൽഹി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. സംഘടനാ തലത്തിലെ തർക്കത്തെ തുടർന്നാണ് രാജി. അതിനിടെ കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിച്ചു. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിയാണ് രാജിവെച്ചതെന്ന് അരവിന്ദർ സിംഗ് ലവ്ലി പറയുന്നു. മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല, നിരവധി നേതാക്കൾ തനിക്കൊപ്പം ഉണ്ടെന്നും അരവിന്ദർ സിംഗ് ലവ്ലി വ്യക്തമാക്കി. मैं तमाम कांग्रेस के कार्यकर्ताओं का दिल की गहराइयों से धन्यवाद करना चाहता हूं, जो आज सुबह से तकरीबन 30 से 35 हमारे एक्स MLA आज मुझे मिलके गए हैं। बड़ी तादाद में इंडिविजुअल अलग अलग एरियाज के कार्यकर्ता मिलके गए हैं। हमारे बहुत ही वरिष्ठ दिल्ली के पूर्व मंत्री राजकुमार चौहान जी, नसीब सिंह जी जो शीला दीक्षित जी के पार्लियामेंट्री सेक्रेटरी थे, नीरज बस्तोया जी जो हमारे कस्तूरबा नगर के MLA हैं, अमित मलिक जी जो हमारे दिल्ली के जो है सारे विंग्स के प्रभारी हैं, ना जाने कितने लोग. അതിനിടെ കോൺഗ്രസ് മുൻ MLA അസീം മുഹമ്മദ് ഖാനെതിരെ കയ്യേറ്റ ശ്രമമുണ്ടായി. അരവിന്ദ് സിംഗ് ലവ്ലിയുടെ അനുയായികളാണ് കയ്യേറ്റം ചെയ്തത്. പരസ്യ വിമർശനം ഉന്നയിക്കാതെ രാജിവെക്കാമായിരുന്നു എന്ന പ്രതികരണമാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. നിതിൻ അംബുജൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. നിതിൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് തലസ്ഥാന നഗരത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം വന്നിരിക്കുന്നത്. അവിടെ PCC അധ്യക്ഷൻ തന്നെ രാജിവെക്കുന്നു കോൺഗ്രസിൽ നിന്നും. അപ്പോൾ കനയ്യകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി തന്നെയാണോ ചൊടിപ്പിച്ചത് അദ്ദേഹത്തെ? അപ്പോൾ എന്താണ് കോൺഗ്രസിലെ നിലവിലെ ചർച്ചകൾ ഇവിടെ? കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തെയും ഒരുപോലെ വെട്ടിലാക്കുന്നതാണ് അരവിന്ദർ സിംഗ് ലവ്ലിയുടെ രാജി. പ്രധാനമായും കോൺഗ്രസിലെ സംഘടനാ പ്രശ്നം, അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം, സീറ്റ് വിഭജനം തുടങ്ങിയ കാര്യങ്ങൾ, കൂടാതെ കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം, ഈ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് അരവിന്ദർ സിംഗ് ലവ്ലി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. അതേസമയം തന്നെ താൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ താൻ കോൺഗ്രസ് പ്രവർത്തകരെ തുടരും, കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല എന്നാണ് ഇന്ന് വൈകിട്ട് അരവിന്ദർ സിംഗ് ലവ്ലി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. 35-ലധികം നേതാക്കൾ ഇതുവരെ തന്നെ കാണാൻ വന്നു. പക്ഷേ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലൊരു അന്വേഷണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചക്കോ ഇതുവരെ തയ്യാറായിട്ടില്ല. രാജി കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കിയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നത്. സീറ്റ് ലഭിക്കാത്തതിനാണ് രാജ്യം ചിലർ പ്രചരിപ്പിക്കുന്നു, അതെല്ലാം പൂർണ്ണമായും തെറ്റാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തായാലും ഇന്ന് അരവിന്ദർ സിംഗ് ലവ്ലിയെ കാണാൻ നിരവധി നേതാക്കൾ വന്നു. അതിൽ മുൻ MLA ആയ ആസിഫ് മുഹമ്മദ് ഖാൻ ലവ്ലിയുമായി കൂടിക്കാഴ്ച നടത്തി. മടങ്ങുന്നതിനിടെയാണ് ആസിഫ് ഖാനെ അരവിന്ദർ സിംഗ് ലവ്ലിയുടെ അനുയായികൾ കയ്യേറ്റം ചെയ്തത്. പരസ്യമായി വിമർശനം ഉന്നയിക്കാതെ രാജിവെക്കാമായിരുന്നു എന്ന പ്രതികരണമാണ് ഇത്തരത്തിൽ ചൊടിപ്പിച്ചത്. അതിനിടയിൽ ഇന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കനയ്യകുമാറിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി. നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയർന്നത്. പ്രാദേശികമായിട്ടുള്ള നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് പുറമെ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിലാണ് പ്രതിഷേധം ഉയർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത്ര സുഖകരമല്ലാത്ത വാർത്തയാണ് ഡൽഹി കോൺഗ്രസിനെ ഇപ്പോൾ വലയ്ക്കുന്നത്. അവിടെ PCC അധ്യക്ഷൻ രാജിവെച്ചു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ